ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡിബാന വ്ലോഗ്സ്. ഞങ്ങൾ ഒരിടത്ത് വരെ പോവുകയാണെന്നാണ് ഞാൻ കാണിച്ചത്. അതെ, നമ്മളൊരു കൊച്ചു യാത്ര പോവാണ്. നടന്നാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തായിരിക്കുമല്ലോ അല്ലേ? ആ, അതുകൊണ്ട് അടുത്ത് തന്നെയാണ്. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പൺ മാർട്ട് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഞങ്ങളുടെ ഒരു ഒരു 10 മിനിറ്റിനുള്ളിലൊരു അത്രയും ഡിസ്റ്റൻസിലൊരു കടയുണ്ട്. തൊട്ടടുത്തൊക്കെ വേറെ കടകളും ഉണ്ട്, കുറച്ചുകൂടെ സാധനങ്ങൾ കിട്ടുന്ന, പക്ഷേ ഈ ഓപ്പൺ മാർട്ടിലാണ്. അതുകൊണ്ട് അവിടെ പോയി ഞങ്ങൾക്ക് കുറച്ച് ഈ ഡ്രസ്സൊക്കെ തൂക്കിയിടുന്ന ടൈപ്പ് ഹുക്കുകളില്ലേ, നീളമുള്ള, അതൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ്. ഞങ്ങൾക്ക് ആ കടയിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ കുറേ സാധനങ്ങളുണ്ട് അവിടെ, ഇഷ്ടം പോലെ സാധനങ്ങൾ. നമുക്ക് ഇങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടും എല്ലാം കുറേ സാധനങ്ങളുണ്ട്. കുറേ ഫാൻസി ഐറ്റംസ് ഉണ്ട്. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അവിടെ അങ്ങനെ കണ്ടൊരു ഗ്ലാസ് ആയിരുന്നു അത്. ഇങ്ങനെ വെള്ളം അകത്തുണ്ട്, എന്നാലും അത് പോവാത്ത പോലെ. പിന്നെ കുറേ പൂക്കളുണ്ടായിരുന്നു, ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യുന്ന ടൈപ്പ്. അതൊക്കെ എടുത്ത് ഞാൻ നോക്കി. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് അത് മേടിച്ചിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാനെല്ലാം തിരിച്ചു വെച്ചിട്ടിങ്ങി പോന്നു. പിന്നെ കുഞ്ഞ് തന്നെ എടുത്തതാണ്, ഇങ്ങനെ ചെവി വെക്കുന്നൊരു സാധനം. അപ്പോൾ അത് കുറച്ച് നേരം കളിച്ചിട്ട് അത് താഴെ അങ്ങ് വെച്ചു. അതെങ്ങനെയാണല്ലോ, കുഞ്ഞുങ്ങൾക്കെല്ലാം ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കാൻ ഇഷ്ടമാണ്, എന്നിട്ട് അതങ്ങ് താഴെ വെക്കും. പിന്നീട് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഈ റീഡിങ് ബുക്സ്, ചെറിയ ആനിമൽസിൻ്റെ ഒക്കെ പോലത്തെ ആ ബുക്സ് നോക്കുമായിരുന്നു. അവന് പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ എന്ന്. എന്ത് കിട്ടിയാലും വായി വെക്കും, എങ്കിലും പറ്റിയ എന്തെങ്കിലും കിട്ടി ഒരെണ്ണം എടുത്തു. പിന്നെ ആണെങ്കിൽ ബോൾ നോക്കാൻ പോയി. കുഞ്ഞിന് ബോൾസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം 3 എടുത്തു. ഒരു റെഡും ബ്ലൂവും ഒരു പച്ചയൊക്കെ എടുത്തിട്ടുണ്ട്. അതും കൊണ്ട് കളിക്കുന്നുണ്ട് ഇപ്പം. പിന്നീട് അവിടെ കുറേ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഗിഫ്റ്റ് റാപ്പിംഗ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നീട് ബലൂൺസ് ഉണ്ടായിരുന്നു. പിന്നീട് കുറേ ഈ കുഞ്ഞ് ബ്രാസിൻ്റെ നല്ല വെയിറ്റുള്ള ടൈപ്പ് ദൈവങ്ങളുടെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നല്ല ഡെക്കറേറ്റീവ് സ്റ്റോൺസ് ഒക്കെ വെച്ച് നല്ല സൂപ്പർ ഗണേശ ചതുർത്ഥിയൊക്കെ കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ സെയിൽ ഇപ്പോൾ കുറവാണ്. എങ്കിൽ പോലും നല്ല ഗണപതികളുണ്ടായിരുന്നു, നല്ല സ്റ്റോൺസ് ഒക്കെ വെച്ചത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ വെറൈറ്റി ക്ലോക്കുകളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഫോട്ടോ ഫ്രെയിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ തന്നെ എനിക്ക് പറ്റാവുന്ന പോലൊക്കെ ഞാനെല്ലാം ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നീട് ഈ പാവക്കുട്ടികളുടെ ഏരിയ ആയിരുന്നു. അതും ഒത്തിരി കളക്ഷൻ ഉണ്ട്, ഇഷ്ടം പോലെ കളക്ഷൻ. കുഞ്ഞ് അതിൽ ഒരു പൂച്ചയെ അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ പൂച്ചയെ എന്നിട്ട് എടുക്കണമെന്ന് ചോദിച്ചു. പിന്നീട് അതങ്ങ് തിരിച്ചു വെച്ചു. അവന് ഒരു 5 മിനിറ്റത്തേനേ ഉള്ളൂ ഒരു സാധനത്തിനോടുള്ള ഇഷ്ടം. ഇപ്പോഴും കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല, കൂടുമായിരിക്കും. എങ്കിലും ഇപ്പം പിന്നെ അതിന് ഒരു അണ്ണാൻകുഞ്ഞിനെ പോലെ ഒരു സാധനത്തിനെ കണ്ടപ്പോൾ അത് വെച്ച് കളിക്കുന്നതാണ് കാണുന്നത്. പിന്നീട് കുഞ്ഞ് കൃഷ്ണൻ്റെ ഫോട്ടോകൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഇന്ന് നാട്ടിലൊക്കെ ജന്മാഷ്ടമിയാണല്ലോ അല്ലേ, എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചോ ജന്മാഷ്ടമി? പിന്നീട് ഇതുപോലെ തന്നെ ബ്രാസിൻ്റെ കുറേ ഐറ്റംസ് പിന്നീടും ഉണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് വരികയാണ്. രാത്രിയിലത്തെ നമ്മുടെ ആ ഏരിയയിൽ കൂടെ നടന്നു വരുവാണ്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾ ഓർത്തു ഡിന്നറിന് വേണ്ടിയിട്ടൊരു കാട്ടി റോളാക്കാമെന്ന്. ഇവിടെ നല്ല ക്ലീനായിട്ടുള്ളൊരു കാട്ടി റോൾ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഓർഡർ ചെയ്തു. കുറേ വെറൈറ്റീസ് ഉണ്ട്. അതിനകത്ത് നമ്മളെപ്പോഴും മേടിക്കാറ് ഒരു ഡബിൾ ചിക്കൻ കാട്ടി റോളാണ്. അതിൻ്റെ ആ പൊറാട്ടയൊക്കെ അപ്പം തന്നെ അവർ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. അപ്പം തന്നെ പരത്തിയിട്ട്, പൊറാട്ട മാവ് വെച്ചേക്കും, അപ്പം തന്നെ പരത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നല്ല ഫ്രഷായിട്ട് നല്ല ടേസ്റ്റുമാണ്. എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത ഏരിയയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയുള്ളൊരു ഏരിയ കണ്ടുപിടിച്ചത്. പിന്നെ ഡബിൾ എഗ്ഗാണ്, അപ്പം 2 എഗ്ഗൊക്കെ ഇട്ടു. പിന്നെ അവരുടെ ഒരു മസാലക്കൂട്ടിലുള്ള ചിക്കനുണ്ട്, ആ ചിക്കനൊക്കെ ഇട്ടു. ഇതൊരു സ്ട്രീറ്റ് വെൻഡറാണ്, എങ്കിലും നല്ല വൃത്തിയാണ് അവിടെ. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് മേടിക്കുന്നത്. വല്ലപ്പോഴേ ഉള്ളൂ ഇങ്ങനെ കുറേ ആഗ്രഹം തോന്നുമ്പം ഒരെണ്ണം മേടിക്കും. പിന്നീട് എനിക്ക് കുറേ സോസും മയണൈസും ഒന്നും ഒഴിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അവരോട് അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറയും. എനിക്ക് സോസും മയണൈസും ഒക്കെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് പേരിന് മാത്രം ഒഴിച്ചിട്ട് തരാൻ പറയും. അങ്ങനെ ആ ഭയ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
എന്നിട്ട് അതെല്ലാം ചുരുട്ടി നല്ലൊരു പേപ്പറിൽ കെട്ടി നമുക്ക് തരും. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരികയാണ്. ഇച്ചിരി ദൂരമേ ഉള്ളൂ നടക്കാൻ. എന്നിട്ട് തിരിച്ച് വരുന്ന വഴിയാണിത്. എല്ലാം കഴിഞ്ഞ് നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. നല്ലൊരു ഈവനിങ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.